ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കണ്ടിങ്ങള്, ഇത് നമ്മളൊക്കെ ഇൻക്യുബേറ്ററിലൊക്കെ ഉപയോഗിക്കണ ഒരു ഹ്യൂമിഡിറ്റി അളക്കുന്ന മീറ്റർ കേട്ടോ. അതായത് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അളക്കുന്ന മീറ്റർ ആണിത്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതിന് ക്ലോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതാവുന്ന റെഡി ആയി കിട്ടാൻ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ കുറെ മുമ്പ് ഇൻക്യുബേറ്റർ ഉപയോഗിച്ചു. ഞാൻ മുട്ട വിരിക്കണ ആ സാധനമാണ് ഇൻക്യുബേറ്റർ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതിലത്തൊരു മീറ്ററാണ് ഈ കാണുന്നത്. അതായത് വെള്ളത്തിന്റെ അളവും ഇതിന്റെ ചൂടിനളവൊക്കെ അളക്കുന്ന മീറ്ററാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് റിപ്പയർ ചെയ്തൊക്കെയാൽ നമുക്ക്. അപ്പൊ ഇതില് ക്ലോക്ക് ഉണ്ട്. അവണ് ഇത് റിപ്പയർ ചെയ്യാൻ കാരണം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമൊക്കെ നോക്കാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഇത് പറ്റ വീക്കാണ്. ഇത് ബാറ്ററി ചാർജ് കഴിഞ്ഞതിന് ശേഷം ഇത്ര നേരം വെക്കിയിട്ട് ബാറ്ററി പൊട്ടി വിളിച്ച് ഇതായി അറിഞ്ഞ് റെഡി ആവുമെന്ന് അറിയില്ല. ഏതായാലും ഞമ്മക്കൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് നോക്കാം, അയച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഈ ബാറ്ററി ഏതായാലും പറ്റ പോയി ഉണ്ടാവും കണ്ടില്ലേ, ഇതിങ്ങനെ ആയിനെ. അപ്പൊ ഇതിന് പൊട്ടി വെച്ച ബാറ്ററി കൈയൊന്നും കൈകൊണ്ട് തൊടാതൊക്കെയാണ് നല്ലത് കേട്ടോ. അത് നമുക്ക് ആദ്യം വേറെ പുതിയൊരു ബാറ്ററി ഇട്ട് നോക്കാം. നമുക്ക് എന്താവുന്ന അവസ്ഥ നമുക്ക് അറിയില്ല. ഇനി ഇവിടെ ഒക്കെ ക്ലാവ് പിടിച്ചിരുന്നത്. അപ്പൊ ഒന്ന് ഒരുതിയാണൊക്കെ നമുക്ക് നോക്കാം. ഇനി റെഡി ആവുമെന്ന് അറിയില്ല. ഏതായാലും നമുക്കൊന്ന് ക്ലീൻ ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടു ഭാഗം ക്ലീൻ ആക്കി എടുത്തിട്ട് നമ്മള്. അപ്പൊ ഇനി റെഡി ആണെന്ന് അറിയില്ല. നമുക്ക് ബാറ്ററി ഇട്ടാണ് നമുക്ക് നോക്കാം കേട്ടോ. ആ ബാറ്ററി പുതിയ ബാറ്ററിയാണ് അറിയാം. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്ന് കാണണ്ടേ. കണ്ട അപ്പൊ ഒരനക്കൂല്ല കണ്ടല്ലേ. നമുക്കൊന്ന് അയച്ചു നോക്കാം നമുക്ക് കേട്ടോ. ഇത് ശരിയായാലും നമുക്ക് ക്ലോക്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അതായത് ശരിയായ കാരണം കേട്ടോ. അപ്പൊ നമുക്ക് കത്തിന് ഉപയോഗിച്ചാണ്ടേ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ ലോക്ക് ഇങ്ങനെ പൊട്ടാതെ വേണം അയക്കാനായിട്ട് കേട്ടോ. ഉള്ളിൽ കാര്യമായിട്ട് കുഴപ്പമൊന്നും കാണുന്നില്ല കണ്ടില്ലേ. നമുക്ക് മൊത്തം ക്ലീൻ ആക്കി നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് ബാറ്ററി ഇട്ടാണ്ട് ചാർജ് ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കണം കേട്ടോ. അപ്പം ഒന്നുകൂടെ ബാറ്ററി ഇട്ട് നോക്കാം നമുക്ക്. ബാറ്ററി നമ്മൾ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമ്മളെ മൾട്ടിമീറ്ററിൽ 20ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 1.5 വോൾട്ടാണത്. ബാറ്ററി 1.5 വോൾട്ടാണ് ഉണ്ടാകുക കേട്ടോ. അത് ഇതിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയി കിട്ടുള്ളൂ. അപ്പം ചാർജ് ഇങ്ങോട്ട് വരുന്നില്ല കണ്ടില്ലേ. അപ്പൊ അവിടുത്തെ പ്രശ്നം ഒന്നുകൂടി ക്ലീൻ ആക്കിയാണ് നമുക്ക് ഇട്ട് നോക്കട്ടോ. വരുന്ന കാണില്ല. അപ്പൊ ഒന്നുകൂടി നമുക്ക് ക്ലീൻ ആക്കി കൊടുത്ത്, അല്ലെങ്കിൽ സ്പ്രിങ് അവിടെ പഴയത് ഏതെങ്കിലും ടോയ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ സ്പ്രിങ് നമുക്ക് അയച്ചാണ്ട് ക്ലീൻ ആക്കാൻ നല്ലത് തോന്നുന്നു. അത് നല്ലതാണ്. അത് കുറഞ്ഞ പ്രയാസം ചെയ്യാനുണ്ട്. അപ്പൊ രണ്ടു നമുക്ക് എന്ത് ചെയ്യാം, അയക്കണ്ട നമ്മള്. പിന്നെ മൾട്ടിമീറ്റർ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓഫ് ആക്കി കേട്ടോ. അതിന്റെ ചാർജ് പെട്ടെന്ന് കഴിയും. അത് ഏതായാലും നമുക്ക് ഈ സ്പ്രിങ് നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കാം നമുക്ക്. കണ്ടല്ലേ, ഇതാണ് അവസ്ഥ. ഞാൻ സൂം ചെയ്താണ്ട് കാണിച്ചുതരാ സംഗതി. കണ്ട ഒരു തുരുമ്പെന്ന മാതിരി. ഇതാ ബാറ്ററി കെമിക്കൽ ആയതുകൊണ്ട് ആയതാണ് അറിയാം. ഇത് ക്ലീൻ ആക്കി നോക്കാം നമുക്ക്. എത്ര റെഡി ആവും നമുക്ക് അറിയില്ല. അല്ലെങ്കിൽ സ്പ്രിങ് മാറ്റി കൊടുക്കേണ്ടി വരും ചിലപ്പോ. ക്ലീൻ ആക്കി എടുത്ത് നമ്മളുണ്ടോ. അപ്പൊ കുറച്ചൊക്കെ അത്യാവശ്യം ക്ലിയർ ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ റിമോട്ടിന്റെ സംഗതിയൊക്കെ ഇതേമാതിരി വരട്ടോ. ഇത് ബാറ്ററി ചാർജ് കഴിഞ്ഞാല് ബാറ്ററി പെട്ടെന്ന് ഒഴിവാക്കുക. മറ്റേ പെട്ടെന്ന് ബാറ്ററി പൊട്ടി വെച്ചാണ്ട് ഇതേമാതിരി അവസ്ഥ ആവും കേട്ടോ.
ഇതിന്റെ അവസ്ഥ കണ്ടങ്ങള് ദിക്കോലായിരുന്നു കണ്ടോ. അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഒരുവിധം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ സ്പ്രിങ്ങും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുമ്പോഴേ പിന്നെ ഇത് നെഗറ്റീവാണ് വരിക, ഇത് പോസിറ്റീവായിട്ട് വരിക. അപ്പൊ ഇത് അങ്ങനെ തന്നെ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അധികം ഇതിന് ഗേസ്മ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇതിമേൽ അത് കാണുന്നില്ല, അതാണുള്ളത്. ഇതിമേല് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് സൂം ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അങ്ങനെ മാർക്കിങ് കാണുന്ന മാർക്ക് ചെയ്ത് കാണുന്നില്ല കണ്ടോ. അപ്പൊ നമ്മള് ഇവിടെ ഇട്ടതിന് ശേഷം നമ്മൾ നോക്കിയാണ് സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വേദിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇനി നമുക്കെന്നേ ബാറ്ററി നമുക്ക് ഇട്ട് നോക്കാം നമുക്ക് കേട്ടോ, എന്താ അവസ്ഥ എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, 20ലേക്ക് സെറ്റ് ചെയ്യുക. മൾട്ടിമീറ്റർ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ വോൾട്ട്. കണ്ടങ്ങള് അത് നോക്കിയാണ്ടോ 1.62 ഫുൾ ചാർജ് ബാറ്ററി ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒന്നും പറഞ്ഞുതരാം. അതിപ്പോ തെറ്റാണ്. ഇവിടെ മൈനസ് വര ആണിതാ, ഇവിടെ വര കാണാം മൈനസ്, അതിൻ്റെ അർത്ഥം തെറ്റാന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടോ. അപ്പൊ തിരിച്ചു വെക്കുക. ഇങ്ങനെ വെക്കുമ്പോ എന്താണ് റെഡിയാണ് കേട്ടോ. അപ്പൊ ഈ വര ഡിസ്പ്ലേ പോയി കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പോൾ റെഡി കേട്ടോ. അപ്പോൾ ഇതാണ് പോസിറ്റീവ് വരുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നില്ല, ഞാനത് പറഞ്ഞ മാതിരി തന്നെ സ്പ്രിങ് നെഗറ്റീവ് വരിക, ഇത് പോസിറ്റീവ് വരിക. അപ്പോൾ എന്താ നമുക്ക് ഇത് പോസിറ്റീവ് ആക്കി നമുക്ക് കൂടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് സോൾവ് ചെയ്തു. ഇനി നമുക്കത് നെഗറ്റീവാണ്, ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ബാറ്ററി അയച്ചാണ് സോൾവ് ചെയ്യാണ് നല്ലത്. ഞാൻ ഇപ്പോൾ ബാറ്ററി ഇട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണെങ്കിലൊക്കെ ബാറ്ററി അയച്ചാണ് ചെയ്യാണ് നല്ലത്. അതുകൊണ്ട് പക്ഷെ എന്നിട്ടും ഇതെന്താണില്ല, ഓണാണില്ല. അപ്പോൾ ബാറ്ററി നമുക്ക് അയക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം അയക്കണം നമുക്ക് കേട്ടോ. ബാറ്ററി ഊരണം നമ്മള്. നിങ്ങൾ ഇതൊക്കെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി അയച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അത് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് സ്ക്രൂ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ അയച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ആകെ കുറഞ്ഞ സ്ക്രൂ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ക്രൂ അയച്ചാണ് എന്ത് ചെയ്യുക, അത് ശരിക്കും എടുത്ത് വെക്കുക. മറ്റേ ഈ സ്ക്രൂ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടൂല കേട്ടോ. അത് അതാണ്ടാകുക, തപ്പി കുഴങ്ങും നമ്മൾ, അതാണ്. അപ്പോൾ ഇത് കുറേ വർക്ക് ചെയ്യിച്ചാൽ നോക്കുമ്പോൾ ഇത് പൊടി കയറി അങ്ങനെയും പ്രശ്നം ഉണ്ടാവും. നമ്മളെ ബാറ്ററിൻ്റെ ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിച്ചു, എന്നാലും ഇത് ഓണാകണില്ല. അപ്പം നമുക്ക് മൊത്തം ഒന്നേ അയച്ച് നമുക്കൊന്ന് ക്ലീനാക്കി നമുക്ക് നോക്കാം. റെഡി കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറാണത്. അപ്പോൾ ചെറിയ സ്ക്രൂ ആണല്ലേ. അപ്പോൾ ഞാൻ വലിയ പ്രശ്നം ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ചെറിയ പ്രശ്നം കാണില്ല, അത് ഇവിടെ പോയതല്ല. അപ്പോൾ അങ്ങനെ മൊത്തം ക്ലീനാക്കി നമുക്ക് എടുത്തു വെക്കാം. നമ്മൾ സ്വിച്ച് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുക. അവിടെ മെമ്മറി ഇങ്ങനെ വരും സ്വിച്ച് വരിക.
ഇനി നമുക്ക് ശരിയാവില്ലെങ്കിലേ ഈ ബോർഡ് സർവീസ് ചെയ്യേണ്ടി കേട്ടോ. അതാണ്ടാവുക, ഈ ബോർഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇത് വയർ നമുക്കൊന്ന് ഒഴിവാക്കട്ടെ. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ നമുക്കൊന്ന് അയക്കാം. നമുക്ക് സെൻസറിന്റെ വയർ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നടക്കട്ടെ. ഇനി നമുക്ക് ഈ ബ്ലസറാണിത്. ബ്ലസർ പോകുന്നത് ഈ ഭാഗത്ത് കണ്ടങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടി പോകുന്ന ജസ്റ്റ് ഒന്ന് വരുത്തി കൊടുക്കും. ഇങ്ങനെ ഈ പുറത്തെ പച്ച കോട്ടിങ് ഇല്ലേ, ആ കോട്ടിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിൽ സോൾഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ സോൾഡ് കൊടുക്കുമ്പോൾ ഷോർട്ട് നല്ലോണം ശ്രദ്ധിക്കണേ. ചെറിയ അടുത്തടുത്ത് പോയിന്റ് ആകുമ്പോഴേ നിങ്ങൾ ഇതേമാതിരി അയച്ചു നോക്കുമ്പോഴേ ഏതെങ്കിലും ഇതേമാതിരി ബോർഡ് ഏതെങ്കിലും കാലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പിന്നെ കട്ടായി പോയിണോ അല്ലെങ്കിൽ ചെറിയ ഇളകി നിൽക്കണൊക്കെ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ കാല് ചെറിയൊരു ഗ്യാപ്പ് ഇതുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ സോൾഡ് ചെയ്ത് കൊടുത്തോണ്ട് ഞാൻ കേട്ടോ. അപ്പൊ അതൊക്കെ ഇതുണ്ടെങ്കിൽ കൂടുതൽ ചെയ്ത് കൊടുത്താൽ മതി. ഏതായാലും ഇനി നമുക്ക് കുടിക്കാൻ നോക്കട്ടോ സംഗതി. അപ്പം ഈ ലൈനുള്ളത് മേലേക്ക് നിങ്ങൾക്കറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞു തരണേ ഞാൻ കേട്ടോ. അപ്പൊ ആ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഈ ബ്ലസർ ഇങ്ങനെ അടന്നോട്ടെ എടുക്കാലോ. ജസ്റ്റ് വെച്ച് നമുക്ക് ബാറ്ററി നമുക്ക് നോക്കട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാറ്ററി മുട്ട് നോക്കട്ടെ നമുക്ക്. അപ്പൊ ഇത് ഭാഗം മൈനസ് വരിക അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ആണുങ്ങള്. അപ്പൊ റെഡി ആയില്ലേ. പിന്നെ അപ്പൊ നമുക്ക് ഇവിടെ ക്ലോക്ക് ഉണ്ട് നിങ്ങള്, ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ ഈ മോഡ് ബട്ടൺ ഈ മോഡ് ബട്ടൺ അമർത്തി കൊടുത്താലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ട ടൈം എത്ര എന്നുള്ളത്. അപ്പം ഇപ്പൊ ടൈം 9:47 ആയി. നമുക്ക് അവൻ സെറ്റ് കൊടുക്കാം. നമുക്ക് 9:47 ആയി. ഇനി അടുത്ത മോഡ് മാറ്റുക. അവിടെ 9 കൊടുക്കുക. നിങ്ങള് ഇപ്പൊ നമ്മളെ ടൈം സെറ്റ് ചെയ്തിട്ടോ കണ്ടില്ലേ. അപ്പൊ ഇതില് ഈ ഇന്ന് കാണിക്കണത് ഇത് രണ്ടും ടെമ്പറേച്ചറായിട്ട് വരും. അതായത് ഈ 30.2 കാണിക്കണതാ, 1 കാണിക്കണതാ. ഇത് ഇവിടുത്തെ ടെമ്പറേച്ചർ അത് എത്രയാണ് അതവിടെ കാണിക്കണം കേട്ടോ. 31 ഔട്ട് നിന്നെടുത്താണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയർ കട്ട് ചെയ്തില്ലേ, അതാണ് ഇവിടെ ഈ മൈനസ് കാണിക്കണത്. അതായത് ഈ കേബിളിന്റെ ഈ അറ്റം എവിടെയാണ് പോയി നിൽക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചറാണ് ഇവിടെ കാണിക്കുന്നത് അവിടുത്തെ കേട്ടോ. ഇത് പിന്നെ വെള്ളത്തിന് അളവാണ്, ഹ്യൂമിഡിറ്റി. അതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്കില്ല, ഇത് ഇൻക്യുബേറ്ററിൽ വെക്കണ പിന്നെ മീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ടൈമോടെ റെഡി ആയി കിട്ടിയല്ലേ നിങ്ങള്. അപ്പൊ ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് ആയിരിക്കും, നിങ്ങളുടെ പേരെ കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തൊരു കാണുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.